ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതേ നമ്മുടെ ഇതേ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നല്ല കിടിലം സൺസെറ്റ് കാണാൻ പറ്റും. ഇപ്പം സണ്ണൊക്കെ പോയി, സണ്ണിലപ്പം നമ്മളിവിടെ വന്ന് നല്ല വ്യൂ കിട്ടും കേട്ടോ. അമ്മേ അത് സാരല്ല, ഒരു ഹായ് പറ. ഇങ്ങോട്ട് നോക്കി പറ. ഇതാണ് എൻ്റെ കുഞ്ഞിപ്പുഴു. ആൾക്ക് 3 മാസമായിട്ടുള്ളൂ കേട്ടോ. ആളെ കിടത്തി ഉറക്കിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാൻ. ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ് കേട്ടോ. ഇന്നാണല്ലോ ആക്ച്വലി വിഷുവിൻ്റെ കുറേ പരിപാടി ഉള്ളത്. ഈ വീട്ടിലെ അടുത്ത ക്യാരക്ടേഴ്സ് എൻ്റെ കെട്ടിയോനും മൂത്ത പുത്രനും. രണ്ടുപേരും കൂടെ IPL കണ്ടുകൊണ്ടിരിക്കുകയാണ്. IPL കാണാൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോണും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്കും ഭയങ്കര ബോറടിയാണല്ലോ. അപ്പോൾ കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫോണൊക്കെ കൊടുത്തിരുത്തും. അപ്പം നമുക്ക് പതുക്കെ വിഷുവിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇപ്പം തലേന്നത്തെ മെയിൻ പരിപാടി കണിക്കൊന്ന വറക്കാൻ പോലാണല്ലോ. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ അടുത്ത സ്റ്റോറിൽ നിന്നൊക്കെ കണിക്കൊന്ന കിട്ടും കേട്ടോ. അവിടെ നിന്ന് ഇതേ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കണിക്കൊന്ന മാത്രമല്ലായിരുന്നു, നല്ല കിടിലം മുല്ലപ്പൂ കിട്ടും കേട്ടോ. എത്ര നാളായെന്നറിയാമോ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയിട്ട്. അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനെങ്കിലും കിട്ടുമല്ലോ. ഇതിങ്ങനെ വല്ലപ്പോഴും ഇതുപോലെ പൂക്കടയിൽ പോയാൽ തന്നെ കിട്ടുന്നത് വളരെ കുറവാണ്. ഇവിടെ അടുത്തൊരു പൂജാക്കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. അവിടെ നമ്മൾ കുറച്ച് ജമന്തി പൂവും കുറച്ച് കണിക്കൊന്ന പറയാൻ പറ്റില്ല, കാരണം മൊത്തവും വാടിപ്പോയി. അതിൻ്റെ ഇതള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കണി കാണാൻ ആവശ്യത്തിനുള്ള കണിക്കൊന്നയും കുറച്ചധികം ജമന്തി പൂക്കളും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ വിളക്ക് കത്തിക്കലില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വിളക്കത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം 2 കുഞ്ഞൂപ്രികളെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് നമ്മളിത് പണിപ്പുരയിലോട്ട് കയറിയിട്ടോ. പണിപ്പുര എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി പരിപാടിയൊന്നും തീർത്ത് വയ്ക്കുന്നില്ല. കുറച്ചധികം പച്ചക്കറി ഉണ്ടല്ലോ, സാമ്പാർ, അവിയൽ, അതിനുള്ളതൊക്കെ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഏത്തയ്ക്ക പച്ചടി, അതായത് സദ്യയിലെ എൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഏത്തയ്ക്ക പച്ചടിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ 2 ഇല ചോറ് ഞാനിത് മാത്രം കൂട്ടി കഴിക്കും. പിന്നെ ഇതിനൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കുമ്പം ഏത്തയ്ക്ക കൂടാതെ ഈ യോഗട്ട് വാങ്ങിക്കാനില്ലേ, അത് ഫ്ലേവേർഡ് യോഗട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് ബനാനോടെ ഫ്ലേവേർഡ് ആയിട്ടോ അതോ പൈനാപ്പിൾ ഫ്ലേവർ ഇട്ട് കുറച്ചുകൂടെ നല്ലതാണ്. അതും ആഡ് ചെയ്യുകയാണെങ്കിൽ കിടിലാവും. പിന്നെ ഇവിടെ നമ്മുടെ കെട്ടിയോൻ, പുള്ളി ഒരു കിടിലൻ കുക്കാണ് കേട്ടോ. ആളുടെ വീട്ടിൽ കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് കുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, വെക്കുന്നത് കിടിലൻ ടേസ്റ്റാണ്. അപ്പം നമുക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. ആൾ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത്തവണ പൈനാപ്പിൾ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ വെള്ളരിക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വെള്ളരിക്ക പുളിശ്ശേരി നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ദിവസം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ തലേന്നേ ഉണ്ടാക്കി വെക്കുകയാണേ. നമ്മൾ ഉണ്ടാക്കിയ സാധനമെല്ലാം അപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഗ്ലാസ് പാത്രങ്ങളിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള പരിപാടിയാണ്. പുളിശ്ശേരി ഫ്രിഡ്ജിൽ വയ്ക്കില്ല, പുറത്ത് തന്നെ വയ്ക്കുക, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ദേ അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞൂപ്രി എണീറ്റ് വന്നിട്ടുണ്ട്. ആളെ ഉറക്കി കിടത്തിയിട്ടൊരു പരിപാടി ഉണ്ട്. ഇതാണ് ഞാൻ ദേ പറഞ്ഞ പരിപാടി. മോൾക്ക് 28 കെട്ടിന് ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്തതല്ലാതെ പിന്നീട് നമ്മൾ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ല കേട്ടോ കുഞ്ഞു പിള്ളേർക്ക് കരി എഴുതി കൊടുക്കുന്നതിൽ, അതുകൊണ്ടാണ് എഴുതി കൊടുക്കാത്ത. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനൊരു ആഗ്രഹം, മോളെ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി കാണണം. പിന്നെ നാളെ വിഷു അല്ലേ, അപ്പം നമ്മൾ സെറ്റിൻ്റെ ഫ്രോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പം കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കണമെന്നൊരാഗ്രഹം. കണ്ണൊക്കെ എഴുതി വന്നപ്പോൾ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ, കാരണം എനിക്ക് ആദ്യത്തെ ആൾ ആൺകുട്ടിയാണ്ട് ഇങ്ങനെ കണ്ണെഴുതി പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എഴുതി വന്നപ്പം ആകപ്പാടെ ഒരു കല്യാങ്കാട്ട് നീലിയായ ലുക്ക് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ കണി ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതൊരുക്കാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അമ്മയുടെ പരിപാടിയൊക്കെ തുടങ്ങി. അമ്മയുടെ സ്പെഷ്യൽ ഡിഷാട്ടോ ഈ ഇഞ്ചിക്കറി. അത് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി കിടിലാണ്. ഞാനങ്ങനെ ഇഞ്ചിക്കറിയുടെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ. കല്യാണത്തിന് പോയപ്പോലും ഇഞ്ചിക്കറി ഒന്നും കൂട്ടില്ല. പക്ഷെ അമ്മയുടെ ഇഞ്ചിക്കറി കിടിലാണ് കേട്ടോ. പിന്നെ നമ്മളിതേ കണിയൊരുക്കാനുള്ള സെറ്റപ്പിലോട്ടൊക്കെ കയറി. നമുക്കിവിടെ വേറെ ഇതൊന്നും ഇല്ല കേട്ടോ കണി വയ്ക്കാനായിട്ട്. ചെറിയൊരു ടേബിൾ നമ്മൾ പുറത്ത് ബാൽക്കണിയിലിടുന്നതാണ്, അതെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ പുറത്ത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിളക്കും താലവും ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ വിളക്ക് എത്തിക്കാത്തതുകൊണ്ട് നമ്മൾ 28 കെട്ടിന് കൊണ്ടുവന്നതാണ് ഈ വിളക്കും താലമൊക്കെ. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഇരിക്കുകയായിരുന്നു. വലിയ പുളിയൊന്നും വെച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചുമ്മാ സോപ്പ് വെച്ചൊന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ സംഭവം കുട്ടപ്പനായി. പിന്നെ നമ്മൾ കണി വയ്ക്കുന്ന പരിപാടിയിലൊക്കെ എത്തിയപ്പോഴാണ് അറിയുന്നത് മെയിൻ ഐറ്റം നമ്മുടെ കയ്യിലില്ല. അതായത്
ഉരുളി നമ്മൾ വാങ്ങിക്കാൻ മറന്നുപോയി. ഇത്തവണ വിഷുവിന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ കയ്യിലുള്ളത് വെച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ പ്ലാസ്റ്റിക് ബോളേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയെങ്കിലും വലിപ്പമുള്ളൊരു പാത്രം നമുക്ക് വെക്കാൻ പറ്റിയത്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന കണക്ക് ഉള്ളത് വെച്ച് നമ്മളൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും ചെയ്തു വന്നപ്പം കണിയൊക്കെ കാണാനൊരു ചന്തമൊക്കെ ഉണ്ടായിരുന്നു. കണിക്കൊന്നയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, മൊത്തവും ഈ ഇതിൽ നിലകിയിട്ട് എതളെതള മാത്രമായിട്ടായിരുന്നു. അപ്പോൾ കണി കാണുമ്പോൾ ആദ്യം കണിക്കൊന്ന കാണണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ അതിൻ്റെ പുറത്തങ്ങ് വിതറി, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. നമ്മുടെ ഈ UAE ലൈഫ് കിടിലാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് നാട് മിസ് ചെയ്യുന്നത്. അതായത് അവിടെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഇങ്ങനെ ഒത്തുകൂടി ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ തന്നെ. അതായത് വിഷുവിൻ്റെ തലേന്നൊക്കെ പറയുമ്പം വിഷുവിനേക്കാളും പ്രത്യേകതയുള്ളൊരു ദിവസം പോലെ തോന്നില്ലേ, എല്ലാവരും കൂടി ഇതൊക്കെ ഉണ്ടാക്കി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇല്ലാത്ത ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ വിഷുവിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ സാദിക്കുട്ടിയുടെ ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് നമ്മളങ്ങ് ആഘോഷിക്കാന്ന് വെച്ചു. സമയം 12, നേരം വെളുത്ത് 12:30 എന്നാലും രാവിലെ എണീറ്റ് കാണുന്നതാണല്ലോ കണി. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാവിലെ കാണാം, കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്.